ഞാൻ ഇന്നാളൊരു ഇത് കണ്ടിരുന്നു, മറ്റേ നമ്മുടെ കുറെ നാൾ മുമ്പത്തെയാണ്, ജോഷ് ടോക്കിലെ ഒരു സ്പീച്ച്. ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഡെയിൻ ഡേവിസ്, ഇമോഷണൽ ആയിട്ടുള്ള. ശരിക്കും അവിടെ നിന്ന് നോക്കുമ്പം ഇപ്പൊ എത്തി നിൽക്കുന്ന ഡെയിൻ ഡേവിസും തമ്മിലുള്ള ഒരു ചേഞ്ച്, ഡെയിൻ ഡേവിസിന്റെ ലൈഫിൽ ഉണ്ടായിരിക്കുന്ന ചേഞ്ച് എന്ന് പറയുന്നത് എങ്ങനെ നോക്കി കാണും? അപ്പൊ അന്ന് കണ്ടതിനേക്കാളും ഞാൻ ഇന്ന് കുറച്ചും കൂടി കരിയറിനെയും ഞാൻ നിൽക്കുന്ന പൊസിഷനെയൊക്കെ ഇപ്പോൾ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ അന്നും ഉണ്ടായിരുന്നു, ബട്ട് ഇപ്പൊ കുറച്ചും കൂടി നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള അറ്റൻഷൻ കൊടുത്തു തുടങ്ങി ഞാൻ ഇപ്പോൾ എൻ്റെ കരിയറിനും അല്ലെങ്കിൽ എൻ്റെ വർക്കുകൾക്കും കാര്യങ്ങൾക്കൊക്കെ. അപ്പോ പിന്നെ മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ക്യാരക്ടറിനെ ഉൾക്കൊള്ളുന്നതിലും അല്ലെങ്കിൽ ഷോസ് ആങ്കർ ചെയ്യുന്നതിലൊക്കെ എനിക്ക് കുറച്ചും കൂടി ധൈര്യവും ചങ്കൂറ്റൊക്കെ വന്നിട്ടുണ്ട്. പണ്ട് ചിലപ്പോൾ ഫസ്റ്റ് നായകനായ സമയത്തൊക്കെ ഒരാഴ്ച മുമ്പേ ചിലപ്പോൾ നമ്മൾ ടൂറിന്റെ തലേദിവസം ഉറക്കം പോവില്ലേ, അതേപോലെ ഉറക്കം പോവായിരുന്നു. ഉറങ്ങാൻ പറ്റത്തില്ല, രാത്രി ഭയങ്കര എനിക്ക് പേടിയും. കാരണം നമ്മൾ കൊച്ചിയില് നിക്കുക, അപ്പോൾ ഫ്രണ്ട്സിന്റെ കൂടെയാണ് നിൽക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഷൂട്ട് ഒരാഴ്ച കഴിഞ്ഞ് ഷൂട്ട് തുടങ്ങും. അപ്പോൾ തലേദിവസം അവരുടെ അക്കോമഡേഷനിലോട്ട് പോയി നിൽക്കും. അപ്പോൾ ആ സമയത്തൊക്കെ ലിറ്ററലി ഞാൻ പേടിച്ച് ഉറച്ചാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നു, ഞാൻ ഷോയ്ക്ക് പോകുന്നു. എനിക്ക് ആ ഒരു ധൈര്യം ഇപ്പോഴാണ് വന്നു തുടങ്ങിയത്. ഞാൻ തലേദിവസം എന്തെങ്കിലുമൊക്കെ ഇതിനു വേണ്ടി വർക്ക് ചെയ്യുമ്പോഴൊക്കെ എനിക്കത് ഭയങ്കര ഒരു സിമ്പിൾ പ്രോസസ്സ് പോലെ എനിക്കിപ്പോൾ ഫീൽ ചെയ്യാറുണ്ട്. മീൻസ് ഞാൻ ഇപ്പോൾ അവിടുത്തെ ഒരു പരിപാടി നാളെ എന്തൊക്കെയാണ്, ആരൊക്കെയാ ഗസ്റ്റുകൾ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതുകൾ എന്നൊക്കെ ഉള്ളത് ചിലപ്പോൾ പോകുന്ന വഴിയിലോ അല്ലെങ്കിൽ എത്തിക്കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമുക്ക് ഡയറക്ടർ പറഞ്ഞു തരുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ പറയുന്ന പോലെ കുറച്ചുകൂടി സ്മൂത്ത് ആയി തുടങ്ങി ഇപ്പോൾ.